ഇവിടെ തന്നെ നോക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നൊക്കെ നിരവധി ആളുകളാണ് പുലർച്ചെ മുതൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു വേദനയാണ് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ 75 ദിവസമായി നമ്മൾ മുഴുവൻ കാത്തിരിക്കുകയാണ് ഒരു മൃതദേഹം എങ്കിലും കണ്ടുകിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ. മാത്രമല്ല ഈ സംഭവം ഒരുപാട് സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മനാഫിൻ്റെ വർത്തമാനങ്ങൾ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് നൽകിയൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം ഒരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്താണ് മനാഫും അർജുനും ഒരു കൂടപ്പിറപ്പുകളെ പോലെ ആയിരുന്നു എന്നുള്ളൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നത്. പിന്നെ ഈ അർജുൻ്റെ മൃതദേഹം കണ്ടുകിട്ടാൻ വേണ്ടി ഒരുപാട് പേരുടെ കഠിനാധ്വാനം കർണാടക സർക്കാർ പേരെടുത്ത് പറയേണ്ടതാണ്. അതുപോലെ കാർവാറിലെ MLA സതീഷ് കൃഷ്ണ, അതുപോലെ മഞ്ചേശ്വരം MLA, മലയാളിക്കും അതുപോലെ തന്നെ കർണാടക സർക്കാരിനും ഇടയിൽ ഒരു നയതന്ത്രജ്ഞനെ പോലെയാണ് AK അഷ്റഫ് പ്രവർത്തിച്ചത്. പിന്നെ ഈശ്വർ മാൽപ്പയെ പോലെയുള്ള നിരവധി മുങ്ങൽ വിദഗ്ധർ. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയും ചെയ്തതിൻ്റെ ഒരു വിരാമമായിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു അന്ത്യയാത്രയ്ക്ക് വേണ്ടി അർജുനന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്.